ഷിരൂരിലേക്കാണ്. ഷിരൂരിലെ മൂന്നാം ഘട്ട ദൗത്യത്തിന്റെ 4ാം ദിനമായ ഇന്ന് നിരാശ. അർജുന്റെ ലോറിയുടെ ഒരു ഭാഗവും ഇന്നത്തെ തിരച്ചിലിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സ്പോട്ട് 4 കേന്ദ്രീകരിച്ച് വിശദമായി തിരച്ചിൽ നടത്തിയാൽ ലോറി കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ പറഞ്ഞു. അതേസമയം ദുരന്തത്തിൽപ്പെട്ട ഗ്യാസ് ടാങ്കറിന്റെ കൂടുതൽ ഭാഗങ്ങൾ ഇന്ന് കണ്ടെത്തുകയും ചെയ്തു. ശ്രീനാഥ് ചന്ദ്രൻ ഇപ്പോൾ ഷിരൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഇന്ന് അർജുന്റെ ലോറിയുടെ ഒരു ഭാഗം കണ്ടെത്താൻ കഴിഞ്ഞില്ല. തിരച്ചിൽ അവസാനിപ്പിച്ചു ഇന്നത്തെ ശ്രീനാഥ്. ഇപ്പോൾ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അല്പസമയം മുമ്പ് കൃഷ്ണ സതീഷ് തൈൽ ഇവിടുത്തെ MLA സംസാരിച്ചപ്പോൾ ഇന്ന് കിട്ടിയ ഒരു ലോഹഭാഗം അത് അർജുൻ്റെതാണോ എന്നൊരു സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ലോഹഭാഗം ഇപ്പോൾ കരയിലേക്ക് എത്തിച്ച് അർജുൻ്റെ ബന്ധു അടക്കം ഉള്ള ആളുകൾ ലോറി ഉടമ മനാഫിന്റെ അടക്കം നേതൃത്വത്തിൽ അതൊന്നും ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. അത് അർജുൻ്റെതാണോ എന്നൊരു സംശയം അവർ തീർക്കുകയാണ്. അർജുൻ്റെ ആണോ അത്? അല്ല, ഓക്കെ, അർജുൻ്റേതല്ല എന്നിപ്പോൾ ആ കാര്യത്തിൽ സ്ഥിരീകരണം വരുന്നുണ്ട്. അർജുൻ്റെ ലോറിയുടേതല്ല ഇന്ന് കണ്ടെത്തിയ ഈ ലോഹഭാഗം. ഇത് മാത്രമാണ് ഇന്നത്തെ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ കണ്ടെത്താൻ കഴിഞ്ഞ ഏക വസ്തു. ഇന്ന് മേജർ ജനറൽ റിട്ടയർഡ് മേജർ ഇന്ദ്രബാലിന്റെ നേതൃത്വത്തിലുള്ള ഡ്രോൺ പരിശോധനയിൽ നേരത്തെ സ്പോട്ട് ചെയ്ത മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് ഈ തെരച്ചിൽ നടത്തിയത്, ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തിയത്. അതിൽ ഒരു ഭാഗത്ത് നിന്ന് കിട്ടിയ ഒരു വസ്തുവാണിത്. ഇന്ന് ഉച്ചവരെ തെരഞ്ഞപ്പോഴും കാര്യമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വസ്തു കണ്ടെത്തിയത്. ഇത് ടാങ്കറിൻ്റെതാണ്. ഇവിടെ അർജുൻ്റെ ലോറിയോടൊപ്പം കാണാതായ ടാങ്കറിന്റെ ഭാഗമാണ് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അക്കാര്യത്തിലുള്ള ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ ഗംഗാവലി പുഴയുടെ തീരത്ത് നടക്കുകയും ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഈ സമയം ഇപ്പോൾ ശക്തമായ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. രാത്രി ശക്തമായ മഴ ഉണ്ടാകും എന്നത് തന്നെയാണ് പ്രവചനവും. ഇന്നും റെഡ് അലേർട്ട് ആണ് ഉത്തര കന്നഡ മേഖലയിൽ. പക്ഷേ ഇന്ന് തെരച്ചിലിനെ അത് കാര്യമായി ബാധിച്ചില്ല. കാരണം മഴ കാര്യമായി തന്നെ പകൽ സമയം മാറി നിന്നു. അത് കാലാവസ്ഥ തെരച്ചിലിന് അനുകൂലമായി നിന്നു. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള കണ്ടെത്തലുകൾ അർജുൻ്റെ ലോറിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കണ്ടെത്താൻ ഇന്ന് കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ചില വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. അത് വലിയ പ്രതീക്ഷ നൽകിയതാണ്. അതേ തുടർന്നാണ് ആ മേഖലകൾ അടക്കം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തിയത്. പക്ഷേ ആകെ കണ്ടെത്താൻ കഴിഞ്ഞ ഒരു വസ്തു പക്ഷേ അത് ടാങ്കറിൻ്റെതാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ അവസ്ഥ, കാലാവസ്ഥ ഈ തരത്തിൽ ശക്തമായ മഴ തുടരുകയാണെങ്കിൽ, ഇന്ന് രാത്രിയും മറ്റും ഇതുപോലെ മഴ തുടരുകയാണെങ്കിൽ ജലനിരപ്പ് ഗംഗാവലി പുഴയിൽ ഉയരാനുള്ള സാധ്യതയുണ്ട്, കലങ്ങി ഒഴുകാനുള്ള സാധ്യതയുണ്ട്. പകലും ഈ ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് രാവിലെ കണ്ടതുപോലെ ഡ്രഡ്ജിംഗ് ഒരു അല്പസമയത്തേക്ക് നിർത്തിവെക്കേണ്ടിയും മറ്റും വരും. അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി കൂടി ഈ കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ വൈകിട്ട് ശക്തമായ മഴ ഇപ്പോൾ ഇവിടെ പെയ്തു തുടങ്ങുകയാണ്. ഇന്ന് ഇപ്പോൾ അല്പസമയം മുമ്പ് MLAയുമായി സംസാരിച്ചപ്പോൾ MLA പറഞ്ഞത് ഈ നേവി സംഘവും മറ്റും അടയാളപ്പെടുത്തിയിട്ടുള്ള മേഖലകളിൽ ആദ്യം തെരച്ചിൽ നടത്താനാണ് അർജുൻ്റെ കുടുംബവും താല്പര്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ മേഖലകളിൽ കേന്ദ്രീകരിച്ച് ഇന്ന് ഡ്രഡ്ജിംഗ് നടത്തിയത്. ആ മേഖലകൾ പൂർത്തിയായതിനു ശേഷം 4 ഇടങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 4 ഇടങ്ങളിലും തെരച്ചിൽ പൂർത്തിയായതിനു ശേഷം കരഭാഗത്തോട് ചേർന്നുള്ള മേഖലകളിൽ കൂടുതൽ വസ്തുക്കളും മറ്റും കണ്ടെത്തിക്കൊണ്ടിരുന്ന മേഖലകളിൽ തെരച്ചിൽ നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. അതുകൊണ്ട് നാളെ ഇപ്പോൾ ഈ മേഖലയിൽ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച മേഖലകളിലെ തെരച്ചിൽ ഏതാണ്ട് പൂർണ്ണമായി തീർക്കാനുള്ള ശ്രമമായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം കരഭാഗത്തോടു കൂടി ഉള്ള മേഖലകൾ കൂടി, നേരത്തെ ലക്ഷ്മണയുടെ ചായക്കട ഉണ്ടായിരുന്ന ആ മേഖലയോട് ചേർന്നുകൂടി ഡ്രഡ്ജിംഗ് നടത്താനുള്ള ശ്രമം നടത്തും. പക്ഷേ ആ മേഖലയിൽ ഈ നദിയുടെ നടുഭാഗത്ത് മണ്ണ് വലിയ തോതിൽ അടിഞ്ഞുകൂടിയതുകൊണ്ട് അവിടെ ഡ്രഡ്ജിംഗ് കുറച്ച് എളുപ്പമാണ്. കാരണം ഈ ഡ്രഡ്ജറിന്റെ കൈകൾ ആഴത്തിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കരഭാഗത്തോട് ചേരുന്ന ഭാഗങ്ങളിൽ അവിടെ ആഴം കുറച്ച് കൂടുതലാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതടക്കം പ്രതിസന്ധികൾ പലതുമുണ്ട്. ഏതായാലും നാളെ ഈ ഡ്രഡ്ജിംഗ് ഇതുപോലെ തന്നെ തുടരുകയും ചെയ്യും. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ കാലാവസ്ഥ മോശമായി വരുന്നുണ്ട്, മഴ ശക്തമാകാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് ഒരു ലോകഭാഗം ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. പക്ഷേ അത് അർജുൻ്റെ ജഗന്നാഥന്റെ വസ്ത്രമാണെങ്കിലോ അത് ഇവിടെ വേസ്റ്റ് ആക്കണല്ലോ, ഐഡന്റിഫൈ ചെയ്തോട്ടെ. അപ്പോൾ ഒരു വസ്ത്രം കിട്ടിയിട്ടുണ്ട്, അതവിടെ നിന്ന് നീക്കുന്നുണ്ട്. അവിടെ കാണാതായ മറ്റൊരാളുടെ വസ്ത്രമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് സ്ഥിരീകരിക്കാൻ വേണ്ടി അവിടേക്ക് മാറ്റുന്നുണ്ട്. ഇന്നിപ്പോൾ നടത്തിയ തെരച്ചിലാണ് ഒരു ലോകഭാഗം കണ്ടെത്തിയത്. പക്ഷേ അത് അർജുൻ ഓടിച്ച ലോറിയുടേതല്ല എന്നുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അവരൊരു ടാങ്കർ ലോറി കൂടി ആ ദുരന്തത്തിൽപ്പെട്ടിരുന്നു, അതിൻ്റെ ലോകഭാഗം എന്നാണ് കരുതുന്നത്. ഏതായാലും അവിടെ നാളെയും തിരച്ചിൽ തുടരും എന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഷിരൂരിൽ നിന്ന്. കോട്ടയം പാലായിൽ യുവാക്കൾ ഇടിച്ചിട്ട് അടിയിൽ കുടുങ്ങിയ സ്കൂട്ടറുമായി മുന്നോട്ട് പോയ ലോറിയുടെ ദൃശ്യങ്ങൾ പുറത്ത്. അപകട സമയത്ത് സമീപത്തെ കെട്ടിടത്തിന്റെ മുകളിലുണ്ടായിരുന്ന യുവാവാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. നാട്ടുകാർ ലോറി നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ലോറി നിർത്താതെ പോവുകയായിരുന്നു. ദൃശ്യങ്ങളിലേക്ക്.
കോട്ടയം പാലായിൽ വെച്ചാണ് ഈ അപകടമുണ്ടായത്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.